നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആൾക്കാർക്ക് പുതുമയുള്ള കാര്യത്തിനോട് ഒരു പ്രത്യേകതരം ഇഷ്ടവും ആവേശവും തോന്നുന്നത്. അതായത് മാർക്കറ്റിൽ ഒരു പുതിയ ഫോൺ വന്നാൽ ഉടനെ അത് വാങ്ങിക്കണം. പുതിയൊരു ഭക്ഷണ വിഭവത്തിനെ കുറിച്ച് കേട്ടാൽ അത് ഉടനെ ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കി നോക്കണം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പുതിയ ട്രെൻഡിങ് റീലുകളാണെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചു നോക്കണം. പുതിയ ഡ്രഗ്സിനെ കുറിച്ച് അറിഞ്ഞ് അത് ഉടനെ തന്നെ വാങ്ങിക്കണം. ഇത്തരത്തിലുള്ള ഒരു മനോഭാവം, ഇതിനെയാണ് നമ്മൾ നിയോഫീലിയ എന്ന് പറയുന്നത്. അതായത് പുതുമയോടുള്ള അമിതമായിട്ടുള്ള ഒരു ആവേശം. ഇത്തരം ആൾക്കാരെ നമ്മൾ നിയോഫീലിയാക്ക് എന്നും പറയാറുണ്ട്. ചില ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും പുതുമ വേണം. അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങള്, പഴയ രീതികള്, പഴയ സ്റ്റൈലുകളൊക്കെ അവർക്ക് പെട്ടെന്ന് തന്നെ ബോറടിക്കും. എപ്പോഴും ഒരു പുതുമ തേടി പോവാനായിരിക്കും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നിയോഫീലിയ ഒരു മോശമായിട്ടുള്ള കാര്യമാണെന്നോ ഒരു മാനസിക രോഗമാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നിയോഫീലിയയ്ക്ക് പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. നിയോഫീലിയ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം മനോഭാവങ്ങൾ വെച്ച് പുലർത്തുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ പറ്റും. അത് അവരെ ഉയരങ്ങളിലോട്ട് എത്തിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസുകളെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കുകയും അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനും സാധിക്കും. എന്നാൽ നിയോഫീലിയയുടെ ഏറ്റവും വലിയ മൈനസ് എന്ന് പറയുന്നത് എപ്പോഴും പുതുമകൾ തേടി പോകുന്നത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവാനോ സാധിക്കില്ല. അത് അവർക്ക് മാനസികമായിട്ടുള്ള ഒരു ക്ഷീണവും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള സമ്മർദ്ദവും ഉത്കണ്ഠയും ഒരു അൺഹാപ്പിനെസ്സും അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു പോകാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഒരു നിയോഫീലിയാക്ക് ആണെങ്കിൽ തീർച്ചയായും ഇനി പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഒരു മിനിറ്റ് ആലോചിക്കുക. ഈ കാര്യം നിലവിൽ എനിക്ക് ആവശ്യമുള്ളതാണോ, അല്ലെങ്കിൽ ഇതെന്റെ പുതുമയോടുള്ള ഒരു വെറും ആകർഷണം മാത്രം ആണോ എന്ന്.